ഹലോ ഗായ്സ്, നമുക്ക് സിമ്പിളായിട്ടൊരു വാൾ ഡെക്കോർ ഉണ്ടാക്കിയാലോ? ആക്ച്വലി ഞാനിത് ഡെസ്ക് ഡെക്കോർ ആയിട്ടാണ് യൂസ് ചെയ്യണമെങ്കിലും നിങ്ങളെവിടെ വെക്കുന്നോ അതാണ് നിങ്ങളുടെ ഡെക്കോർ പ്ലേസ്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ കാര്യത്തിലോട്ട് വരാം. പിന്നെ ഇതിൻ്റെ ഡിസ്ക്ലൈമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ക്ഷമ വേണം. ക്ഷമയില്ലെങ്കിൽ എൻ്റെ പോലെ ദാ 8ൻ്റെ പണി കിട്ടും. പണി ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാന്നേ, വെയിറ്റ് ചെയ്യും. പിന്നെ എൻ്റെ അടുത്ത് ബ്രൗൺ ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു ബ്രൂ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ബ്രൂ ഷീറ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. എന്തായാലും പൊക്കി പറയുന്നല്ല, എനിക്കെന്തായാലും ബ്രൗൺ ഷീറ്റിനേക്കാൾ അടിപൊളിയായി തോന്നിയത് ബ്രൂ ഷീറ്റായിരുന്നു കേട്ടോ. കാര്യം ഒരു വിൻറ്റേജ് ലുക്കും വുഡിൻ്റെ ഒരു കളറൊക്കെ വന്നുകൊണ്ടായിരിക്കാം എനിക്കിഷ്ടമായത്. അല്ലാതെ ഞാൻ എൻ്റെ ക്രാഫ്റ്റിന് പൊക്കി പറയുന്നല്ല കേട്ടോ. ഇത് ക്ഷമയോടുകൂടി ഉണ്ടാക്കാൻ പറഞ്ഞ കാര്യം ഇതിൻ്റെ അളവ് എല്ലാം കറക്റ്റ് ആവണം. പ്രത്യേകിച്ച് നമ്മൾ ഈ ജൂട്ട് ത്രെഡൊക്കെ ഇടുന്ന സമയത്ത് എന്തായാലും കറക്റ്റ് ആവണം. ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ 3 ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ക്ഷമയെ നശിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം ഞാൻ അവിടെ കാത്തു സൂക്ഷിച്ച് എൻ്റെ ബ്ലാക്ക് ഇങ്ക് ആരോ മോഷ്ടിച്ചു. ആരോ എന്നല്ല, എൻ്റെ അനിയന്മാർ തന്നെ. പിന്നെ ഞാൻ തല്ലൂടാൻ പോയി കഴിഞ്ഞാൽ ഇന്നെന്തായാലും വീഡിയോ ഇടലും എഡിറ്റ് ചെയ്യലൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ തല്ലൂടാനൊന്നും പോവാതെ എൻ്റെ അടുത്തുള്ള ബ്ലാക്ക് പെൻസിലാട്ടോ ഡോംസിൻ്റെ, അത് വെച്ചിട്ടാണ് ഞാൻ എഴുതിയത്. എന്തായാലും ഇങ്കിനേക്കാൾ അടിപൊളിയായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്തോളൂ. എന്തായാലും ഈ ജൂട്ട് ത്രെഡ് കെട്ടുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം, മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. കാര്യം എൻ്റെ ഈ ജൂട്ട് ത്രെഡിൻ്റെ അവിടെയാണ് തെറ്റ് പറ്റിയത്. ഒരേ മെഷർമെൻറ്റിൽ അല്ലാതെ ആയിപ്പോയിട്ടോ. ഇല്ലെങ്കിൽ എന്തായാലും അടിപൊളി ആയേനെ. മെഷർമെൻറ്റ് നമ്മൾ എല്ലാ കാര്യത്തിനും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഞാൻ ഫസ്റ്റത്തെ കോളായിട്ട് പിന്നെ ഒന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 വട്ടം അങ്ങനെ ചെയ്തിട്ടാട്ടോ എൻ്റെ ശരിയായത്. ഇനി വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ അയച്ച് കെട്ടലൊക്കെ ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ ഈ വിൻറ്റേജ് ലുക്കിൽ ജൂട്ട് ത്രെഡ് ഫ്രണ്ടിൽ വന്നാലും ബാക്കിൽ വന്നാലും, സോറി നാവ് കിളക്കണ് പക്ഷെ ഉളുക്കണ്, അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും വന്നാലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും അടിപൊളിയാവും. ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടത് ഇങ്ങനെയാണ് ഫ്രണ്ടിൽ വന്നത്. അപ്പം നമ്മളായിട്ട് അതിൻ്റെ ഇതൊന്നും മാറ്റണ്ട വിചാരിച്ചിട്ട് കൊടുത്തതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏത് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്താൽ മതി. ഞാൻ ഇത് ചെയ്തു വന്നപ്പോഴാണ് ഇതിലുള്ള പണി മനസ്സിലായത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതിട്ടോ, ഇല്ലെങ്കിൽ ഫ്രണ്ട് കൂടെ തന്നെ എളുപ്പ വഴിയിലാണ്ട് ചെയ്യാം. അതായിരിക്കും നിങ്ങളുടെ ഡെക്കോറിന് നല്ലത്.